സങ്കൽപ്പിക്കുക, സൂര്യരശ്മികൾ പതിച്ച ഒരു ദ്വീപ് സമൂഹം, ശാന്തമായ ഒരു രാജ്യം, ഒറ്റരാത്രി കൊണ്ട് ആഭ്യന്തര കലാപത്തിലേക്ക് വീഴുന്നു. 1988 നവംബർ. സ്ഥലം മാലദ്വീപ്. ഭീഷണി പ്രകൃതി ദുരന്തമല്ല, ഒരു പട്ടാള അട്ടിമറി. ആ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനും അക്രമികൾക്കുമിടയിലുണ്ടായിരുന്നത് ഒരു രഹസ്യാന്വേഷണ ഏജൻസി മാത്രമായിരുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യയുടെ അതിശക്തമായ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ്, അതായത് റോ നടത്തിയ ഏറ്റവും മികച്ചതും എന്നാൽ അധികമാരും അറിയാത്തതുമായൊരു ദൗത്യമാണ് ഓപ്പറേഷൻ കാക്ടസ്. വെറും 2 ദിവസത്തിൽ മാലദ്വീപിൻ്റെ ചരിത്രം മാറ്റിമറിച്ച ഓപ്പറേഷൻ. അധ്യായം 1. കൊടുങ്കാറ്റ് വരുന്നു. ഈ അട്ടിമറിക്ക് പിന്നിലെ സൂത്രധാരൻ അസംതൃപ്തനായ ഒരു മാലിദ്വീപ് വ്യവസായിയായിരുന്നു അബ്ദുള്ള ലുട്ഫി. എന്നാൽ അട്ടിമറിക്കാൻ സൈനിക ബലം വേണം. അതിനായി അയാൾ ശ്രീലങ്കൻ തമിഴ് വിഘടനവാദ ഗ്രൂപ്പായ PLO-യിൽ നിന്ന് ഏകദേശം 80ഓളം കൂലിപ്പട്ടാളക്കാരെ വാടകയ്ക്കെടുത്തു. ലക്ഷ്യം ലളിതം: അന്നത്തെ പ്രസിഡന്റ് മൗമൂൻ അബ്ദുൽ ഗയൂമിൻ്റെ സർക്കാരിനെ അട്ടിമറിക്കുക. ആക്രമണം ആരംഭിക്കുന്നു. നവംബർ 3 രാവിലെ കൂലിപ്പട്ടാളക്കാർ തലസ്ഥാനമായ മാലയിലിറങ്ങി. അവർ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ, റേഡിയോ സ്റ്റേഷൻ, പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി എന്നിവ പെട്ടെന്നു കൈയടക്കി. മാലിദ്വീപ് പ്രതിരോധ സേന MNDF നിസ്സഹായരായി. അട്ടിമറി വിജയത്തിലേക്ക് നീങ്ങുകയായിരുന്നു. പ്രസിഡന്റ് ഗയൂമിന്റെ സഹായാഭ്യർത്ഥന, രക്ഷകനെ തേടിയുള്ള വിളി. ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചു രക്ഷപ്പെട്ട പ്രസിഡന്റ് ഗയൂം ഒരു സുരക്ഷിത സ്ഥാനത്തിരുന്ന് അന്താരാഷ്ട്ര സഹായത്തിനായി വിളിച്ചു. US, UK, പാകിസ്ഥാൻ കൂടാതെ ഇന്ത്യ. ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു സഹായമെന്നതിലുപരി പ്രാദേശിക സുരക്ഷയുടെ വിഷയമായിരുന്നു. അധ്യായം 2. റോയുടെ കണ്ണ്. ഇവിടെയാണ് റോയുടെ പങ്ക് നിർണായകമാകുന്നത്. കൂലിപ്പട്ടാളത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് അവർക്ക് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഇന്ത്യൻ സൈന്യത്തിന് തത്സമയ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകണം. അക്രമികളുടെ കൃത്യമായ എണ്ണം, സ്ഥലം, നീക്കങ്ങൾ എന്നിവ. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ കാക്ടസ് ആരംഭിച്ചു. പ്രത്യേക സൈനിക വിഭാഗം. ഇന്ത്യ അതിവേഗം നമ്മുടെ എലൈറ്റ് സൈനിക വിഭാഗമായ പാരാ കമാൻഡോസിനെ വിന്യസിച്ചു. സഹായമഭ്യർത്ഥിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ 2000 കിലോമീറ്ററിലധികം അകലെയുള്ള ആഗ്ര എയർബേസിൽ നിന്ന് അവർ ഇല്യൂഷൻ IL-76 വിമാനങ്ങളിൽ മാലദ്വീപിലേക്ക് പറന്നു. ഈ വേഗത കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. സൈന്യമെത്തി. ഇന്ത്യൻ സൈന്യം ഹുൽഹുലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നേരിട്ടിറങ്ങി. അവർ ഉടൻ തന്നെ വിമാനത്താവളം നിയന്ത്രണത്തിലാക്കി. പിന്നീട് രാത്രിയുടെ മറവിൽ ബോട്ടുകളിൽ തലസ്ഥാനമായ മാലയിലേക്ക് കടന്നു. റോ നൽകിയ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ സഹായത്താൽ അവർ അക്രമികളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. പോരാട്ടം. കമാൻഡോസ് അക്രമികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകൾ നടത്തി. ഇന്ത്യൻ സൈന്യത്തിന്റെ വേഗതയും കൃത്യതയും കണ്ട് കൂലിപ്പട്ടാളക്കാർ അമ്പരന്നു. പ്ലാൻ പാളിയെന്ന് മനസ്സിലാക്കിയ പലരും ബന്ധികളോടൊപ്പം ഒരു വാണിജ്യ കപ്പലായ MV പ്രോഗ്രസ് ലൈറ്റിൽ കയറി രക്ഷപ്പെട്ടു. അധ്യായം 3. കടലിലെ പിന്തുടർച്ച. ദൗത്യം അവിടെ അവസാനിച്ചില്ല. ഇന്ത്യൻ നാവികസേന രംഗത്തിറങ്ങി. INS ഗോദാവരി, INS ബേത്വ തുടങ്ങിയ പടക്കപ്പലുകൾ MV പ്രോഗ്രസ് ലൈറ്റിനെ തടഞ്ഞു. നാവികസേനയുടെ സമയോചിതമായ ഇടപെടലിൽ ബന്ധികളെ രക്ഷിക്കുകയും ലുത്ഫിയെയും മറ്റു കൂലിപ്പട്ടാളക്കാരെയും പിടികൂടുകയും ചെയ്തു. ദൗത്യം പൂർണ്ണം. വെറും 36 മണിക്കൂറിനുള്ളിൽ പട്ടാള അട്ടിമറി പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയ വിജയവും റോയുടെയും സൈന്യത്തിന്റെയും മികച്ച ഏകോപനത്തിനും ഉദാഹരണമായിരുന്നു. ഈ ദൗത്യം ഒരു പരമാധികാര രാജ്യത്തെ രക്ഷിക്കുകയും ഈ മേഖലയിൽ സുരക്ഷാദാതാവായി ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. അവസാനമായി, ഒരു സൈനിക ഇന്റലിജൻസ് ഓപ്പറേഷൻ എങ്ങനെ നടത്തണമെന്നതിൻ്റെ ഒരു പഠനപുസ്തകമാണ് ഓപ്പറേഷൻ കാക്ടസ്. റോയുടെ പ്രവർത്തനശേഷിയും അയൽരാജ്യങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ സഹായം നൽകാനുള്ള ഇന്ത്യയുടെ കഴിവും ഈ ദൗത്യം തെളിയിച്ചു. രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിക്ക് ഇതൊരു അഭിമാന നിമിഷമായിരുന്നു. റോയുടെ ഈ മിന്നൽ വേഗത്തിലുള്ള നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? താഴെ കമന്റ് ബോക്സിൽ പറയുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. കൂടാതെ ലോകത്തിലെ മറ്റു രഹസ്യാന്വേഷണ ഏജൻസികളുടെ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.